തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഉറ്റുനോക്കിയത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് ഇത്തവണ എല്ലാവരുടെയും കണ്ണുകൾ. കാരണം BJP-യുടെ ഒരു കുതിപ്പ് 2020 34 സീറ്റ് BJP-ക്ക് ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് LDF-ന് 52 ഉണ്ടായിരുന്നു. LDF ഭരിച്ചു. അന്ന് UDF-ന് 10 സീറ്റേ കിട്ടിയുള്ളൂ. ഇത്തവണ BJP-ക്ക് ഒരു വലിയ മുൻതൂക്കം ഉണ്ടാകും തലസ്ഥാനത്ത്. കാരണം ആര്യ രാജേന്ദ്രന്റെ ഒക്കെ ഭരണവിരുദ്ധ അല്ലെങ്കിൽ അഴിമതി നിറഞ്ഞ ഒരു ഭരണം ജനങ്ങളെ വല്ലാതെ പൊറുതിമുട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോ 17 സീറ്റിൽ BJP തിരുവനന്തപുരത്ത് മുന്നേറുകയാണ്, കുതിക്കുകയാണ് BJP എന്നുള്ളത്. അപ്പൊ BJP-യുടെ ഈ ഒരു കുതിപ്പിനെ എങ്ങനെ കാണാം? തലസ്ഥാനം ഇത്തവണ BJP-ക്കൊപ്പം ആയിരിക്കുമോ? അതായത് ക്രമപ്രവർത്തമായിട്ട് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരേ ഒരു മുന്നണി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും NDA മുന്നണി തന്നെയാണ്. ഈ പ്രാവശ്യം ആ ഒരു ടെൻഡൻസിയാണ് അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രസ്റ്റീജ് മണ്ഡലമായിട്ടുള്ള തിരുവനന്തപുരത്ത് മറ്റ് രണ്ട് മുന്നണികളുടെയും തകർത്തുകൊണ്ട് അവരുടെ മുന്നേറ്റത്തെ അവിടെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മുന്നേറ്റം തടഞ്ഞുകൊണ്ട് വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുകയാണ് NDA. ഇതാരും അങ്ങനെ പ്രതീക്ഷിച്ചതല്ല. NDA അഗണ്യ കോടിയിലേക്ക് തള്ളിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനകളും ഒക്കെയാണ് ഇതിന് തൊട്ടു മുമ്പ് വരെ അവിടെ രണ്ട് മുന്നണികളും, അതായത് UDF-ഉം അതുപോലെ തന്നെ LDF-ഉം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാ നോക്കൂ, യാഥാർത്ഥ്യം മുന്നിലേക്ക് വരികയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു. ജനങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇപ്പോൾ UDF-ഉം വരില്ല, LDF-ഉം വരില്ല. അവിടെ ഈ പ്രാവശ്യം അധികാരത്തിൽ വരാൻ പോകുന്നത്, അവിടുത്തെ മേയറായിട്ട് വരാൻ പോകുന്നത് ഒരു NDA സ്ഥാനാർത്ഥിയായിരിക്കും. അതാരാണെന്നൊക്കെ എനിക്കറിയാൻ പറ്റും, ഞാനിപ്പോൾ പറയാൻ പോകുന്നില്ല. അവർ കടന്ന് വായ്ത്താരികളും ബഹളവുമായിട്ടില്ല ഉപദേശികളും ഏറ്റുപിടിക്കുന്ന ആളും കൂടെ ചേർന്ന് ഈ കവലകളിലൊക്കെ നടത്തുന്ന പ്രസംഗം പോലെ ചാനലുകൾ ഇങ്ങനെ വായ്ത്താരികൾ കോരിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, ഇപ്പൊ കേട്ട ഒരു കാര്യമാണ്. ഒരു മാധ്യമ പ്രവർത്തകർ വളരെ വിഡ്ഢിത്തരമായ ഒരു കാര്യം വിളമ്പിയത്. തിരുവനന്തപുരത്ത് വേണമെങ്കിൽ LDF-ന് ഭരിക്കാം. അതെങ്ങനെയാണ് ഭരിക്കാൻ പറ്റുക? LDF-ഉം UDF-ഉം കൂടി ഒന്നിച്ചാൽ LDF-ന് ഭരിക്കാമെന്ന്. കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇല്ല എന്നുള്ളത് അവര് തന്നെ പറയുന്നു. കോൺഗ്രസുമായിട്ട് അവർക്ക് ഒരു ബന്ധവുമില്ലെന്ന്. പിന്നെ എങ്ങനെയാ സാർ LDF UDF-ഉം ചേർത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ? എന്ത് വിഡ്ഢിത്തരമായ കാര്യമാണ് ഈ പറയുന്നത് എന്നുള്ളതാണ്. വിഡ്ഢിത്തം എന്നുള്ളത് പ്രത്യേകിച്ചും പറയണ്ടല്ലോ. ഈ സാറിന് ഒരുപാട് അനുഭവം ഉണ്ടല്ലോ. സാർ ഒരുപാട് നാളെ ഈ ചാനലിലൊക്കെ വർക്ക് ചെയ്ത് എന്താ ഇങ്ങനെയൊക്കെ ഇത്രയും വിവരമില്ലായ്മ പറയുന്നതിന്? ഇങ്ങനെയാണോ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ ഇങ്ങനെ തുള്ളിത്തിയാടിക്കൊണ്ട് ഈ നമ്മളെ വെറുതെ പറഞ്ഞതല്ല. ഈ പൊതു നിരത്തുകളിലും കവലകളിലും ഒക്കെ ഈ ഉപദേശിയും ഏറ്റുപറച്ചിട്ടുകാരനും ഉണ്ടായിരുന്നു. ഉപദേശി പറയുന്നത് അതുപോലെ തന്നെ ഏറ്റു പറയുക. അയ്യോ എന്നെ ഒരു നീര് കടിച്ച്, അയ്യോ എന്നെ ഒരു നീര് കടിച്ച്, അല്ലെ കടിച്ചില്ലെങ്കിൽ കിടന്ന് പറയും. എന്തിനാ ഇങ്ങനെ വെള്ളം വെക്കുന്നത്, വായ്ത്താരി കൂട്ടുന്നത്? വരും യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ? വേണം, കുറച്ച് എനർജി വേണം എന്നുള്ളത് നേരെയാ. എനർജി എന്ന് പറഞ്ഞത് ഇങ്ങനെ പരിഹാസ്യമായിട്ട് തീരാൻ പറ്റുമോ? തീരുന്ന കാര്യമുണ്ട്. എത്രമാത്രം ജുഗുത്സാവഹമായിട്ടുള്ള കാര്യമാണ് ഈ ചെയ്യുന്നത്. എത്രമാത്രം പരിഹാസ്യമായിട്ടാണ് ഈ കിടന്ന് ബഹളം. വായ്ത്താരികൾ, നിങ്ങൾ കാര്യങ്ങൾ പറയൂ. തുള്ളിക്കൊണ്ട് ഇങ്ങനെ എന്തോ ഒന്ന് പടയ്ക്കുന്ന മീനെ, പിടയ്ക്കുന്ന മീനെ, മീനെ പച്ചമീനെ, അപ്പുറത്തെ മീൻ പഴുത്ത മീനാണ് എന്ന് പറയുന്ന പോലെ ഒരു വേണോ ആ വായ്ത്താരിയിലേക്ക് നമ്മൾ പോകുന്നത്? എത്ര ഒരു നാണക്കേടല്ലേ അത്? എനിക്ക് മനസ്സിലാവുന്നില്ലതോ. കാര്യങ്ങൾ പറയുക. അതുപോലെ തന്നെ ഇന്നലെ കണ്ടില്ലേ, ഞാൻ ആ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്നലെ കണ്ടില്ലേ, ഉടൻ കോടതി വിധി ഉടൻ. എത്ര മണിക്കൂറായി ഉടനടി എന്നുള്ള വാക്കിനൊരു അർത്ഥമില്ലേ? എത്ര മണിക്കൂറുകളാ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് വേറെ ചെയ്യാം. അതുകൊണ്ട് ഇപ്പൊ നോക്കൂ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, നമ്മൾ നേരത്തെ പ്രവചിച്ചതുപോലെ തന്നെ, വലിയ ആവേശമൊന്നുമില്ലാതെ നമ്മൾ പ്രവചിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്ന ഈ പ്രാവശ്യം ഏതാണ്ട് BJP നേടും. BJPയോടൊപ്പം തന്നെ അതിൻ്റെ BDJS-ഉം കൂടി ചേർന്ന് നേടുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മുന്നേറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ച സ്ഥലങ്ങളിലെല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. നിയമം മാത്രമാണ് അതിനൊരു എക്സെപ്ഷൻ വരുന്നത്. നിയമത്ത് മാത്രം മുന്നിലാണ് എന്നാണ് പറയുന്നത് ഇപ്പോഴേ, അല്ലേ? അത് പക്ഷെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമുണ്ട്. അവിടെ ഒരു അട്ടിമറി നടന്നു എന്ന് വിചാരിക്കാനും സാധ്യതയുണ്ട്. കാരണം BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അട്ടിമറി തന്നെയല്ലല്ലോ. രാജീവ് ചന്ദ്രശേഖർ അവിടെ അടുത്ത തെരഞ്ഞെടുപ്പില് ചെയ്തു. അതെ, ഏതില് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ
ഇനി അത് വേണ്ട എന്നൊരു പാഠം പഠിപ്പിക്കാൻ രണ്ടുപേരും കൂടെ അവിടെ ചിലപ്പോൾ ഒത്തുചേർന്നിരിക്കാം. അതുപോലെ തന്നെ തൃശ്ശൂരിലെ BJPക്ക് നേടണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. വലിയ കുറവായിരുന്നു അവിടെ വോട്ടർ പെർസെൻറ്റേജിൽ. ഏറ്റവും കുറവ് വോളിംഗ് നടന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് LDF ആണോ അല്ലെ? LDF ആണോ അവിടെ മുന്നിട്ടിരിക്കുന്നത്? UDF. അവിടെ UDFനൊരു ആഹ്ലാദിക്കാൻ വകയുണ്ട്. അവിടെ UDF മുന്നിട്ടിരിക്കുക. LDFനെ തിരസ്കരിച്ചിരിക്കുന്നു ജനങ്ങൾ എന്ന് വരുന്നു. അതേസമയം തിരുവനന്തപുരമല്ല, വളരെ പ്രധാനപ്പെട്ട എറണാകുളത്ത്, കൊച്ചി ഇപ്പോൾ LDFന് അനുകൂലമായിട്ടൊരു ട്രെൻഡാണ് വരുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ 50-50 അവർ രണ്ടുപേരും നിൽക്കുന്നത്. അത് പക്ഷേ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് തന്നെ. അതായത് നിലമ്പൂരിലേക്ക് കടന്നു കയറിയിരിക്കുന്നു. നിലമ്പൂരിലേക്ക് NDA കടന്നു കയറിയിരിക്കുന്നു. അതുപോലെ തന്നെ കൽപ്പറ്റയിലേക്കും NDA കടന്നു കയറിയിരിക്കുന്നു. തലശ്ശേരി നേരത്തെ ഉണ്ട്, അവർക്ക് നല്ല ഒരു നേട്ടമുണ്ട്. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിൽ ഒരൊറ്റ സ്ഥാനത്തിന് മാത്രമാണ് അവർ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ആ മണ്ഡലം പിടിച്ച് എടുക്കാൻ കഴിയാതെ പോയത്. കൊടുങ്ങല്ലൂർ നഗരസഭ പിടിക്കാൻ കഴിയാഞ്ഞതിന് ഒരു സ്ഥാനം കൂടി കിട്ടിയിരുന്നെങ്കിൽ പാലക്കാട് BJP മുന്നിലെന്ന് പറയുന്നു. BJP മുന്നിൽ തന്നെയാണ്. പാലക്കാട് വോട്ടിംഗ് പെർസെന്റേജ് വളരെ കുറവായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അവർ വളരെയധികം മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. മുന്നിലാണ് വോട്ടിംഗ് പെർസെന്റേജ് വളരെ കുറവായിരുന്നു പാലക്കാട്ട്. പക്ഷെ ഈ കുറഞ്ഞതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അവരവിടെ നിലനിർത്തും. അവിടെ ഇപ്പൊ തന്നെ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് NDA എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാർ, അവിടെ കുറെ ഫാക്ടർ ഇത്തവണ BJPക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം അടക്കം ചില പ്രശ്നങ്ങൾ, ശബരിമല ഒക്കെ അവിടെ വലിയ രീതിയിൽ മറ്റ് ജില്ലകളെക്കാൾ കുറച്ചുകൂടി പാലക്കാട് നഗരസഭ, ഗ്രാമപ്രദേശങ്ങൾ ഇവിടെയൊക്കെ കുറച്ചുകൂടി കൂടുതൽ ആളുകളിലേക്ക്, കാരണം ഒരു ഗർഭവും ശബരിമലയും വെച്ച് BJP കുറച്ചുകൂടി നേട്ടമുണ്ടാക്കാൻ അവിടെ ശ്രമിച്ചു എന്നുള്ളത് പാലക്കാട് എപ്പോഴും BJPക്ക് ആഴത്തിൽ വേരുള്ള ഒരു മണ്ണാണ്, തലസ്ഥാനം പോലെ തന്നെ. അസംബ്ലി തിരുവനന്തപുരത്തെ ട്രെൻഡ് നമുക്ക്, അതായത് 17 സീറ്റ് BJP മുന്നേറുന്നുണ്ട്. ഇനി അതിൽ കൂടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഇത് കിട്ടിയിട്ടില്ല. മലപ്പുറത്ത് UDF ആണ് മുന്നില്. അത് സ്വാഭാവികം. മലപ്പുറം UDF, അതെ. പിന്നെ തൃശ്ശൂരും UDF മുന്നിലുണ്ട്. പാലക്കാട് NDA ആണ് മുന്നില്. പിന്നെ ബാക്കി തിരുവനന്തപുരത്ത് LDF മുന്നിലെന്നാണ്. LDF ആണോ? അത് കൃത്യമായി വരുന്നില്ല സാർ. എന്തായാലും തിരുവനന്തപുരത്ത് NDA ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഇത്തവണ നന്നായിട്ട് ഹോംവർക്കുകൾക്കൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇറങ്ങിയത്. തിരുവനന്തപുരത്ത് LDF ആണ് ഇപ്പൊ മുന്നില്. ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത് LDF എന്നാണ് പറയുന്നത്. സാധ്യതയുണ്ട്. ചിലപ്പോൾ അട്ടിമറിയും. അതാണ് BJP വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഗൂഢാലോചന, വർഗീയമായിട്ടുള്ള ഒരു ഗൂഢാലോചന, രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു വർഗീയത നടന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോ റിസൾട്ട് മറിഞ്ഞു വരുന്നത്. എന്തായാലും ഇത് കാത്തിരിക്കേണ്ടതേ ഉള്ളൂ. അപ്പൊ LDF അവിടെ നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അടിയായിരിക്കും. പൂർണ്ണമായും നേടിയിട്ടില്ല സാർ, മുന്നിൽ എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഏത് നിമിഷവും വേണമെങ്കിൽ ഇതൊക്കെ മാറിമറിയാം. പക്ഷേ അത്ര സുബോധർക്കമല്ല കാര്യങ്ങൾ. ആദ്യമായിരുന്നു ലീഡ് ഉണ്ടായിരുന്നത് NDAക്ക്, അതിപ്പോ മാറ്റി. അത് എന്ന് പറഞ്ഞാൽ നേമത്ത് പണ്ട് ഉള്ള മത്സരത്തില് എങ്ങനെ ഒരു അട്ടിമറി നടന്നു ലാസ്റ്റ് മിനിറ്റില്, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നേരത്തെ എങ്ങനെ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറി അവസാന നിമിഷത്തിൽ നടന്നു, അതുപോലെ ഒരു അട്ടിമറിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണെങ്കിൽ അത് തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിന് വലിയൊരു ക്ഷീണം സംഭവിക്കുന്ന കാര്യമാണ്. വലിയ എതിർപ്പ് പാർട്ടിക്കകത്ത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ NDA ലീഡ് ചെയ്യുന്നു കേട്ടോ സാർ. NDA ലീഡ് ചെയ്യുന്നു. അങ്ങനെയാണ് സർവേ ഒക്കെ വന്നിരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ NDA തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. എന്തായാലും ഇത്തവണ തിരുവനന്തപുരം പിടിക്കണം എന്നുള്ളത് NDAയുടെ വലിയൊരു, കാരണം ഒരുപാട് ഫാക്ടർ ഉണ്ട് സാർ അവിടെ. ഈ മാറ്റുകൾ പൊങ്കാലയുടെ പേരിൽ നടത്തിയ അഴിമതി, മലിനീകരണത്തിന്റെ പേരിൽ അത് നടത്തിയ അഴിമതി, കുളം നവീകരിച്ചു എന്ന് പറഞ്ഞ് നടത്തിയ അഴിമതി, അങ്ങനെ എത്ര ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജോലി കളഞ്ഞിട്ട് മേയറും ഭർത്താവും കുറ്റക്കാരനല്ല, പക്ഷേ പിന്നെ വാദിയായ പാവ യദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനവിടെ കുറ്റക്കാരനാവുന്നു. അങ്ങനെ ഒരുപാട് ഫാക്ടർ LDFനെതിരെ ഉണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർക്ക് പിന്നെ എന്താ, അവരിത്തവണ പൂർണ്ണ പരാജയമായിരുന്നു. അവർക്ക് വേണമെങ്കിൽ ഈ പരാജയം മറ്റു പല തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ അവരെ കൊണ്ട് കഴിയും, ഞങ്ങളെ കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ NDA ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവർ കുറച്ചുകൂടി ഈ
പ്രതിഷേധങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ നിൽക്കുന്നു കൊടുക്കാതെ താഴെത്തട്ടിൽ നിന്ന് കുറച്ചുകൂടി കാര്യമായി പ്രവർത്തിച്ചു എന്ന് വേണം ഈ ലീഡ് ജയിക്കുമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് മാത്രമല്ല, വികസനത്തിന്റെ കാര്യത്തിൽ ഒരു വികസനവും ഉണ്ടാക്കിയിട്ടില്ല അവര്. ആര്യ രാജേന്ദ്രൻ, അതെ, വിഴിഞ്ഞത്ത് ശരിയാണ് ഈ പറഞ്ഞ പോലെ അവിടെ ഇന്റർനാഷണൽ സീപോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, കാര്യം ശരിയാണ്. അത് പക്ഷേ ആരുടെ നേട്ടമാണ്? അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നേട്ടമാണ്. കേന്ദ്ര ഗവൺമെന്റാണ് ഇതിനുള്ള വേണ്ടിയുള്ള സാഗർമാല പദ്ധതി നടപ്പാക്കിയത്. ഉമ്മൻചാണ്ടിയുടെ കാലത്തല്ലേ ഇത്? ആ ഉമ്മൻചാണ്ടി അതിന് അനുവാദം കൊടുത്തു, അതുപോലെ അച്യുതാനന്ദൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ അനുവദിച്ചത് ആരാണ്? കേന്ദ്ര സർക്കാർ തന്നെയാണ് അനുവദിച്ചത്. ആരാ പിന്നെ നടപ്പാക്കിയത്? വേറെ ആരുമില്ലായിരുന്നു ടെൻഡർ ഏറ്റെടുക്കാൻ. അദാനി എപ്പോഴും അദാനിയെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന കോൺഗ്രസ്സുകാർ ഇത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഇടതുപക്ഷവും അത് മനസ്സിലാക്കണം. അവരാണ് ഇത് നടപ്പാക്കിയത്. അതിന്റെ പേരിലാണ് അഭിമാനം കൊള്ളുന്നത് CPM. അവിടെയാണ് ഇതിന്റെ വൈരുദ്ധ്യം നിലകൊള്ളുന്നത്. എന്തായാലും കാത്തിരിക്കാം സാർ, വരും മണിക്കൂറുകളിൽ ആർക്കാണ് ലീഡ്, ഏതൊക്കെ കോർപ്പറേഷൻ ആരൊക്കെ പിടിച്ചെടുത്തു എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ.